നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിലനിൽക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലർക്കും സമ്പത്തുണ്ട്, പട്ടിണിയില്ലാതെ കടന്നു ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യമില്ല. പക്ഷേ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കൈ കൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ്. ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ. നടക്കാൻ കാലാണെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിൽക്കണം. അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ. പാപ്പാ, നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ, നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അല്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, 100 കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ? അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുവെടുക്കാൻ എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. അല്ലാതെ എന്ത് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ അത് കണ്ണാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നികളുണ്ടല്ലോ. ഏതെങ്കിലും തകർന്നു പോയാൽ, ആ കിഡ്നി അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ. ശരീരമങ്ങ് വിയർക്കുകയാ, വയറുമല്ലാതെ വീർക്കുകയാണ്, വളരെ പ്രയാസമാണ്, ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ്, അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാ. കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പടച്ചവനെ കൊണ്ടുപോകണം, ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം. മാറ്റി വെക്കാൻ പോകുമ്പോൾ ലക്ഷങ്ങൾ. അപ്പം അല്ലാഹ് തരുന്നതിൻ്റെ അല്ലാഹ് തന്നതിൻ്റെ വില മനസ്സിലാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം ഇങ്ങനെ നടക്കുക, കാറ്റും പറത്തി കട്ടം പിടിയലിച്ച് ഇങ്ങനെ നടക്കുക പള്ളിയുടെ മുമ്പിൽ കൂടെ. കിഡ്നി പോകണം, മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം? ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും, ലക്ഷങ്ങൾ ചോദിക്കും. 20, 12, 15, 20 ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക്. ഇത്രയും കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അല്ലാഹുവിടെ അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സമയമില്ല. കരള് റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ് കരള്. ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നറിയോ? രക്ഷപ്പെടുമെന്നുണ്ടോ? രക്ഷപ്പെടുമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തും അല്ലാഹു നമുക്ക് നൽകിയത്. കാലിന് ഒരു കാല് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അല്ലാഹു മരിക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എത്രയോ പേര് നമ്മുടെ ഈ പായിപ്പാട് തന്നെ ഒരു സഹോദരൻ കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്. ഷാ എന്ന സഹോദരൻ, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല രീതിയിൽ നടന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇപ്പോഴൊരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദ് ഞാനായിരുന്നു ഷാ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അല്ലാഹു രക്ഷപ്പെടുത്തി കടന്ന് വിളിച്ച റബ്ബേ അങ്ങനെ പടച്ചവനെ രക്ഷപ്പെടുത്തി കരയിൽ കയറി വന്നപ്പം പറയാം, നിന്റെ പണി നോക്കിക്കോളാം, കാര്യം കാണുന്നത് വരെ രാമായണ, കാര്യം കടന്നവനെ പൂരം. അതന്നെ
പലർക്കൊക്കെ പലതും വരുമ്പോൾ അള്ളാഹയും വിളിക്കും, എല്ലാവരെയും വിളിക്കും, കാര്യം കണ്ടേ എല്ലാം വിളിക്കും, കഴിഞ്ഞു കഴിഞ്ഞാലോ കഴിഞ്ഞു. അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കിഡ്നിയും കരളും. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ തങ്ങൾ നമ്മളൊക്കെ മജ്‌ലിസിൽ ഒരുപാട് ദുആ ചെയ്തതാണ്. അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു, പിന്നെ പറയുക 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന്. ഇതെന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ലെൻസിന് ഇല്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങിപ്പോകാൻ എത്ര പേര് വലിയ പ്രയാസത്തിൽ. അപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കയ്യും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട വഴി എന്താണ്? മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈദിന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു ആ നിഅമത്ത് നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടത്തിൽ എന്നും ബർക്കത്ത് വേണോ? കടയ്ക്കകത്ത് കയറുമ്പോൾ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും ബർക്കത്തുണ്ടാകും. വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ, ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ. ബറക്കത്ത് വേണോ? വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.